പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്രകാശനും കൂട്ടരും ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിനു മുന്നിൽ ആകെ പകച്ചു പോയിരിക്കുകയാണ്. കാര്യങ്ങൾ എല്ലാം ഇപ്പോൾ കല്യാണിയാണ് നിയന്ത്രിക്കുന്നത്. അതിനൊരു അറുതി വരുത്തിയേ മതിയാകൂ. ഇല്ലെങ്കിൽ ശരിയാവുകയില്ല. അവളിങ്ങനെ വിജയിച്ച് മുന്നിലേക്ക് പോകുന്നത് ശരിയല്ല എന്ന് പ്രകാശൻ ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്നു. ഇതിനിടയിലാണ് തൻ്റെ വിവാഹത്തിൻ്റെ നീക്കങ്ങൾ മനോഹർ മുന്നിലേക്ക് നീക്കുന്നത്. താനിനി കോടീശ്വരനാകാൻ അധികം സമയമൊന്നും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന മനോഹർ എങ്ങനെയാണ് സരയുവിനെ തൻ്റെ തറയിൽ നിന്ന് ഒഴിച്ചുവിടുക എന്ന് ആലോചിക്കുന്നു. നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. പക്ഷേ അതിനുള്ള ഒരു അവസരം ഇതുവരെ ലഭിച്ചില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇനി പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്തേ മതിയാകൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് മനോഹർ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ്. വിവാഹത്തിൻ്റെ പന്തലിലേക്ക് ഇതോടെ മനോഹർ എത്തുകയും ചെയ്യുമ്പോൾ മനോഹർ പുതിയ സ്വപ്നങ്ങൾ കാണുകയാണ്. താൻ കോടീശ്വരനാകുന്നത് മാത്രവുമല്ല, ഇതേ തുടർന്നാണ് അവിടെ വെച്ച് മനോഹറിന്റെ മുൻപിലേക്ക് ആ സത്യങ്ങൾ കടന്നു വരുന്നത്. മനോഹർ പ്രണയിച്ചിരുന്നു എന്ന് പറയുന്നത് ആൺകുട്ടിയാണ് എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. പെൺവേഷം കെട്ടി തന്നെ അവർ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ മനോഹർ. ഇതോടെ മനോഹറിന്റെ എല്ലാ ചതിയും അറിഞ്ഞതുകൊണ്ട് അവർ ഇങ്ങനെ ചെയ്തതാണ് എന്നുള്ള കാര്യം മനോഹർ തിരിച്ചറിയുകയും ചെയ്തതിനെ തുടർന്ന് ആകെ നാണം കെട്ട് പോയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.